പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പനേരം മാറി നിൽക്കാം. പുരാണങ്ങളിലെ ഇത്തരം പുണ്യകഥകൾ കേൾക്കുന്നത് വെറുമൊരു നേരം പോക്കല്ല. ഇത് നമ്മുടെ മനസ്സിന് ശാന്തിയും ഏകാഗ്രതയും നൽകുന്നു. ഓരോ കഥയ്ക്കും പിന്നിൽ പ്രപഞ്ചത്തിന്റെ വലിയൊരു നീതിയുണ്ട്. ജീവിതത്തിൽ നാം പഠിക്കേണ്ട വലിയ പാഠങ്ങളുണ്ട്. അലയുന്ന മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും അറിവിന്റെ പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കാനും ഈ കഥ നിങ്ങളെ സഹായിക്കും. കണ്ണുകൾ അടച്ച് നമുക്ക് ആ പുരാതന കാലത്തേക്ക് ഒന്ന് യാത്ര ചെയ്യാം. പക്ഷേ ഇന്ന് നാം യാത്ര ചെയ്യുന്നത് വെളിച്ചമുള്ള പാതകളിലൂടെയല്ല, മറിച്ച് ഇരുളും നിഗൂഢതയും നിറഞ്ഞ് 5000 വർഷം പഴക്കമുള്ള ഒരു ശാപത്തിന്റെ പിന്നാലെയാണ്. ചരിത്രവും പുരാണവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഭാരതീയ മണ്ണിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതിലൊന്നാണ് അശ്വത്ഥാമാവ്. 5000 വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ശപിക്കപ്പെട്ട ഒരു മനുഷ്യൻ. മരണമില്ലാത്ത, എന്നാൽ ഓരോ നിമിഷവും മരിക്കാൻ കൊതിക്കുന്ന ഒരു അമർത്യൻ. ഭാരതത്തിലെ ചില ഉൾനാടൻ ഗ്രാമങ്ങളിൽ അർദ്ധരാത്രിയിൽ ആ രൂപത്തെ കണ്ടവരുണ്ടെന്ന് ഇന്നും പറയപ്പെടുന്നു. ആരാണ് അശ്വത്ഥാമാവ്? എന്തുകൊണ്ടാണ് കരുണാനിധിയായ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് ഇത്രയും കഠിനമായ ശാപം നൽകിയത്? കൗരവരുടെയും പാണ്ഡവരുടെയും മഹാനായ ഗുരുവായിരുന്ന ദ്രോണാചാര്യരുടെ ഏകപുത്രനായിരുന്നു അശ്വത്ഥാമാവ്. ജനിച്ചപ്പോൾ തന്നെ കുതിരയെപ്പോലെ ശബ്ദമുണ്ടാക്കിയതിനാലാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത്. നെറ്റിയിൽ ജന്മനാ ഒരു ദിവ്യമായ മണിയുണ്ടായിരുന്നു. വിശപ്പും ദാഹവും ഭയവും അദ്ദേഹത്തെ ഒരിക്കലും അലട്ടിയിരുന്നില്ല. തന്റെ അച്ഛനിൽ നിന്നും സകല അസ്ത്രവിദ്യകളും അദ്ദേഹം പഠിച്ചെടുത്തു. മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്ത് ഉറച്ചുനിന്ന ഏറ്റവും കരുത്തനായ യോദ്ധാക്കളിൽ ഒരാളായിരുന്നു അശ്വത്ഥാമാവ്. പക്ഷേ യുദ്ധം അവസാനിക്കാറായപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ചതിയിലൂടെ തന്റെ പിതാവ് വധിക്കപ്പെട്ടതറിഞ്ഞ അശ്വത്ഥാമാവ് കോപാകുലനായി യുദ്ധത്തിന്റെ സകല ധർമ്മങ്ങളും മറന്ന് അർദ്ധരാത്രിയിൽ പാണ്ഡവ കൂടാരത്തിൽ കടന്ന് ഉറങ്ങിക്കിടന്നിരുന്ന പാണ്ഡവപുത്രന്മാരെ അദ്ദേഹം വധിച്ചു. അതുകൊണ്ടും അവസാനിച്ചില്ല. പാണ്ഡവരുടെ വംശം ഇല്ലാതാക്കാൻ വേണ്ടി ഉത്തരായുടെ ഗർഭപാത്രത്തിൽ വളർന്നിരുന്ന ശിശുവിനെ ലക്ഷ്യം വെച്ച് അദ്ദേഹം ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഈ ക്രൂരത കണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ പോലും കോപത്താൽ വിറച്ചു. ലോകം നശിക്കാൻ കാരണമാകുന്ന ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചതിനും ഒരു ഗർഭസ്ഥ ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചതിനും കൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിച്ചു. അശ്വത്ഥാമാവിന്റെ നെറ്റിയിലെ ആ ദിവ്യമണി കൃഷ്ണൻ ബലമായി നീക്കം ചെയ്തു. കൃഷ്ണൻ പറഞ്ഞു, "നീ വധിക്കാൻ ശ്രമിച്ച ശിശുവിനെ ഞാൻ രക്ഷിക്കും. പക്ഷെ നീ ലോകാവസാനം വരെ ഈ ഭൂമിയിൽ അലഞ്ഞുതിരിയും. നിന്റെ ശരീരത്തിലെ മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല. നിന്റെ നെറ്റിയിൽ നിന്ന് രക്തവും ചലവും ഒലിച്ചുകൊണ്ടിരിക്കും. ആളുകൾ നിന്നെ വെറുക്കും. നീ ഏകാന്തതയിൽ മരിക്കാൻ കൊതിക്കും. പക്ഷേ മരണം നിന്നെ തേടി വരില്ല." ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. മധ്യപ്രദേശിലെ അസിർഗഡ് എന്ന കോട്ട ഇന്നും ഈ രഹസ്യം കാത്തുസൂക്ഷിക്കുന്നു. അവിടെയുള്ള ഒരു പഴയ ശിവക്ഷേത്രത്തിൽ പുലർച്ചെ നട തുറക്കുമ്പോൾ ശിവലിംഗത്തിന് മുകളിൽ പുതിയ പൂക്കളും ചന്ദനവും കാണപ്പെടാറുണ്ടെന്ന് അവിടുത്തെ പൂജാരിമാർ അവകാശപ്പെടുന്നു. ഭീകരമായ ഉയരമുള്ള, നെറ്റിയിൽ ഉണങ്ങാത്ത മുറിവുള്ള ഒരു മനുഷ്യനെ തങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഗ്രാമവാസികൾ ഇന്നും വിശ്വസിക്കുന്നു. നർമ്മദാ നദിക്കരയിൽ രാത്രികാലങ്ങളിൽ അദ്ദേഹം അലഞ്ഞുതിരിയുന്നുണ്ടത്രേ. അശ്വത്ഥാമാവ് ഇന്നും നമുക്കിടയിലുണ്ടോ? അതോ കാലം കരുതിവെച്ച ഒരു വെറും കഥ മാത്രമാണോ ഇത്? ഏതായാലും തെറ്റായ തീരുമാനങ്ങൾ ഒരു മനുഷ്യനെ എങ്ങനെ എന്നേക്കുമായി വേട്ടയാടുമെന്നതിന് അശ്വത്ഥാമാവ് ഒരു വലിയ ഉദാഹരണമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ നിഗൂഢമായ കഥകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.